മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ മകളായും മുതിർന്നപ്പോൾ നായികയായും അഭിനയിച്ച നടിയാണ് അഞ്ജു. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്ത അഞ്ജുവിനെ പറ്റി വളരെ ദയനീയമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവസരം കുറഞ്ഞ നടി ഇപ്പോൾ മോശമായ രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് വാർത്ത. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ ചലച്ചിത്ര റിപ്പോർട്ടർ പല്ലിശ്ശേരി ചെയ്ത വീഡിയോ ചർച്ചയായി മാറിയിരിക്കുന്നു. ഒരു ആൺകുട്ടിയുടെ വേഷത്തിലാണ് ബേബി അഞ്ജു എന്ന ബാലതാരമായി അഞ്ജു ആദ്യമായി സിനിമയിലെത്തുന്നത്. ബേബി ശാലിനിക്ക് ശേഷം മലയാള സിനിമയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ബാലതാരമാണ് ബേബി അഞ്ജു. ഓളങ്ങൾ എന്ന സിനിമയിലെ ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൂർണിമ ജയറാമിൻ്റെ മകനായാണ് അഞ്ജു അഭിനയിച്ചത്. പിന്നീട് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ ജൂബിലി പിക്ചേഴ്സ് ആദ്യമായി നിർമ്മിച്ച ആ രാത്രി എന്ന സിനിമയിൽ അഭിനയിച്ചു. ജോഷിയായിരുന്നു സംവിധായകൻ. ഹിറ്റ് തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിൻ്റെ രചനയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. 1982 ആ രാത്രി റിലീസ് ചെയ്തത്. ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായാണ് ബേബി അഞ്ജു അഭിനയിച്ചത്. പിന്നീട് അഞ്ജു മലയാളത്തിൽ നായികയായി എത്തി. അന്തർദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള സംവിധായകൻ KP കുമാരൻ മാധവിക്കുട്ടിയുടെ ഒരു കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത രുക്മിണി എന്ന സിനിമയിലൂടെയാണ് അഞ്ജു നായികയാവുന്നത്. 13 വയസ്സായ പെൺകുട്ടിയെ അച്ഛൻ വേശ്യാലയത്തിൽ കൊണ്ടുവിടുന്നതാണ് കഥ. ചിത്രത്തിലെ അഭിനയത്തിന് അഞ്ജുവിന് ആ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ലഭിച്ചു. പിന്നീട് IV ശശി സംവിധാനം ചെയ്ത നീലഗിരിയിൽ അഞ്ജു അഭിനയിച്ചു. ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. തുടർന്ന് മമ്മൂട്ടിയുടെ ഭാര്യയായി കൗരവർ എന്ന ചിത്രത്തിലും അഞ്ജു അഭിനയിച്ചു. ആ രാത്രി സംവിധാനം ചെയ്ത ജോഷിയാണ് കൗരവരും ഒരുക്കിയത്. MTയുടെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരത്തിൽ മോഹൻലാലിൻ്റെ നായികയായും അഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അവസരം കുറഞ്ഞ അഞ്ജു മസാലപ്പടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഷക്കീലയുടെ സിനിമകളിലടക്കം അഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് അഞ്ജു മോശമായി ആണ് ജീവിക്കുന്നത് എന്ന് പറയാനുണ്ടായ കാരണം എന്നാണ് പല്ലിശ്ശേരി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തമിഴ് സീരിയലുകളിലും സജീവമായി അഞ്ജു അഭിനയിക്കുന്നുണ്ട് എന്നും പല്ലിശ്ശേരി വിശദമാക്കി. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.